ജിൻസി, ഇപ്പൊ അനുവിന്റെ കയ്യിൽ കൊടുത്തുവിട്ട ഫയലുണ്ടല്ലോ, അതിൽ ചില കറക്ഷൻസ് ഉണ്ട്. 2 ദിവസം ഇവിടെ ഇരിക്കട്ടെ. പറ്റുമെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന സുമതി അമ്മയോട് എന്നെ വന്നൊന്ന് കാണാൻ പറയേ. എന്നിട്ട് എനിക്കിത് ഫോർവേഡ് ചെയ്യാൻ പറ്റും. ഞാൻ അകത്തേക്ക് വന്നോട്ടേന്ന്. എന്താ? ഞാനൊരു ഒഫീഷ്യൽ കാര്യം പറയാൻ വേണ്ടി വന്നതല്ല, പേഴ്സണൽ കാര്യം പറയാൻ വേണ്ടി വന്നാ. ഇരിക്കെ. പേഴ്സണൽ കാര്യം ഇരുന്നോണ്ട് പറഞ്ഞാ മതി. അതിനിപ്പോ ഇരുന്നില്ലെന്നൊരു കുഴപ്പം വേണ്ട. ഇനി പറ, എന്താ പറയാനുള്ള? അല്ല, ഇത് പിന്നെ അപ്പൊ എന്തോ ഗൗരവമുള്ള കാര്യമാണ്. പറ വിഷ്ണുട്ടാ, എന്താ പ്രശ്നം? അതിന് പ്രശ്നമായിട്ടൊന്നുമില്ല. അച്ഛൻ എന്നെ വീട്ടിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളെല്ലാരും പഴയ വീട്ടിലേക്ക് പോണ കാര്യങ്ങളാ. അപ്പൊ ഞാൻ തന്നോട് ആലോചിക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എന്താ അച്ഛനോട് പറയാൻ? അല്ല, താൻ പറയുന്ന പോലെ പറയാം. രോഹിത്തും ശ്യാമയും വിളിച്ചിരുന്നു. അവരെന്നെത്തും. എല്ലാവരും കൂടിയാണ് അവിടെ താമസിക്കാൻ പോകുന്നത്. സത്യാമ്മയുടെ അഭിപ്രായമാണ് ഇതിൽ ആദ്യം അറിയേണ്ടത്. അല്ല, അമ്മയ്ക്ക് നമ്മളിപ്പോ കൂടെ കൂട്ടി താമസിക്കണമെന്നുള്ള വാശിയിലാണ്. പഴയ സത്യാമ്മ അമ്മ കൈവിട്ട് കഴിഞ്ഞു. ഇപ്പൊ അമ്മ നിൽക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം പഴയ എൻ്റെ അമ്മയായിട്ടല്ല. എനിക്ക് തോന്നുന്നത് നല്ലൊരു തുടക്കമായിട്ടാണ്. ഇനിയിപ്പോ നമ്മളായിട്ടൊരു എതിര് പറയണ്ടെന്നാണ് തോന്നുന്നത്. സത്യാമ്മ മാറി എന്നത് എനിക്കും ബോധ്യം വന്ന കാര്യം. മാറ്റത്തിന്റെ ചില സൂചനകള് ഞാനും കണ്ടു എന്ന് തന്നെ പറയാം. പക്ഷേ അത് സത്യാമ്മ അറിഞ്ഞിട്ടില്ല. അതെന്ത് കാര്യം? ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാൻ സത്യാമ്മയെ കണ്ടത് മറ്റാരും അറിയരുതെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് വിഷ്ണുവേട്ടനോട് പോലും ഞാൻ പറയാതിരുന്നത്.